الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالحق بشيرا ونذيرا وداعيا إلى الله بإذنه سراجا منيرا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن يرغب عن ملة إبراهيم إلا من سفه نفسه ولقد اصطفيناه في الدنيا وإنه في الآخرة لمن الصالحين. إذ قال له ربه أسلم قال أسلمت لرب العالمين. صدق الله العلي العظيم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. الله أكبر الله أكبر الله أكبر لا إله إلا الله الله أكبر الله أكبر ولله الحمد. الله أكبر الله أكبر الله أكبر لا إله إلا الله الله أكبر الله أكبر ولله الحمد. الله أكبر الله أكبر الله أكبر لا إله إلا الله الله أكبر الله أكبر ولله الحمد. സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ യഥാവിധം പാലിച്ചുകൊണ്ട് യഥാർത്ഥ മുത്തക്കികളായി ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥ മുത്തക്കികളുടെ കൂട്ടത്തിൽ നമ്മെവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വാക്കുകൾ കൊണ്ട് പറയാനാകാത്ത ആത്മീയ നിർവൃതിയാൽ വിശ്വാസി സമൂഹം ബലിപെരുന്നാൾ ആഘോഷിക്കുന്ന ഈ വേളയിൽ എല്ലാവർക്കും ഹൃദ്യമായ പെരുന്നാൾ സന്തോഷങ്ങൾ ഈ സന്ദർഭത്തിൽ ആശംസിക്കുകയാണ്. ബലിപെരുന്നാളിൻ്റെ സന്ദേശം യഥാർത്ഥത്തിൽ ബലി തന്നെയാണ്. അള്ളാഹുവിൻ്റെ വഴിയിൽ ബലിയായിത്തീരുന്ന ജീവിതം എന്ന് വേണമെങ്കിൽ നമുക്കതിനെ വിശദീകരിക്കാം. ഞാനും നിങ്ങളും പറയാൻ വേണ്ടി ആവശ്യപ്പെട്ടിരിക്കുകയാണ്, അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. അല്ലാഹുവാണ് ഏറ്റവും വലിയവൻ, അല്ലാഹുവാണ് മഹാൻ, അവനെ കൂടാതെ മറ്റൊരു അവലംബം പറയാനില്ല എന്ന രീതിയിൽ നാം ഈ മുസല്ലയിൽ ഇരുന്നു കൊണ്ട് തക്ബീറുകൾ ആവർത്തിക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും സുപ്രധാനമായ വിഷയം അല്ലാഹുവാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ എന്ന് പ്രഖ്യാപിക്കുന്നതിലൂടെ മറ്റെല്ലാം അതിന് താഴെയാണ് എന്നാണ് നാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് എൻ്റെ എല്ലാ വിഷയത്തിലും, എൻ്റെ കാര്യത്തിലാകട്ടെ മറ്റുള്ളവരുടെ വിഷയത്തിലാകട്ടെ, അതൊക്കെ അല്ലാഹുവിനെ കഴിച്ചാണ് എൻ്റെ കാര്യങ്ങളും മറ്റുള്ളവരുടെ കാര്യങ്ങളും എന്നുള്ള ഒരു പ്രഖ്യാപനമാണ് നാം തക്ബീറിലൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ അർത്ഥത്തിൽ വിശുദ്ധ ഖുർആൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ നമ്മോട് അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നത് അങ്ങനെ തന്നെയാണ്. ഖുൽ ഇന്ന സ്വലാത്തി വനുസുക്കി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. എൻ്റെ ആരാധനകൾ, എൻ്റെ നമസ്കാരങ്ങൾ, എൻ്റെ ത്യാഗങ്ങൾ, എൻ്റെ ജീവിതം അതുപോലെ തന്നെ തീർന്നില്ല. വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. എൻ്റെ മരണം വരെ പടച്ച തമ്പുരാനെ നിനക്കാകുന്നു എന്ന് നാം പ്രഖ്യാപിക്കുക എന്നുള്ളത്
വിശുദ്ധ ഖുർആനിൽ നിങ്ങൾ അങ്ങനെ അനുസരിക്കേണ്ടതുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ആവശ്യപ്പെടുന്നു. പ്രിയമുള്ളവരെ, ബലിയായിരുത്തിയിരുന്ന നമ്മുടെ മുന്നിലൊരു മാതൃകയുണ്ട്. ജീവിതം ബലിയാക്കപ്പെട്ട, ജീവിതം അല്ലാഹുവിൻ്റെ വഴിയിൽ ബലിയാക്കപ്പെട്ട ഒരു ജീവിതം നമ്മുടെ മുന്നിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. അത് മറ്റാരുമല്ല, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ജീവിതമായിരുന്നു. നമ്മുടെ ആദർശ പിതാവായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടേതാണ്. പ്രിയമുള്ളവരെ, ആദ്യ പിതാവ് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമയാണ്. എന്നാൽ ആദർശ പിതാവ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയാണെന്ന് വിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കും. മില്ലത്ത് അബീക്കും ഇബ്രാഹിം, ഇബ്രാഹിമിൻ്റെ, നിങ്ങൾ ആദർശ പിതാവിൻ്റെ മില്ലത്തിനെയാണ് നിങ്ങൾ പിൻപറ്റേണ്ടത് എന്ന് വിശുദ്ധ ഖുർആനിൽ നമുക്ക് പറഞ്ഞു തരികയാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പല കാര്യങ്ങളും ചെയ്യുമ്പോൾ പറയാറുണ്ട്, നിങ്ങളുടെ ആദർശ പിതാവ് ഇങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്, അതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഉദാഹരണത്തിന്, ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹും അടുത്ത് ഇരുത്തി തലോടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ തലോടിക്കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. എല്ലാ പിശാചുക്കളിൽ നിന്നും, ക്ഷുദ്രജീവികളിൽ നിന്നും, ഉപദ്രവകാരികളിൽ നിന്നും അള്ളാഹുവിൻ്റെ സമ്പൂർണ്ണ വചനങ്ങളാൽ ഞാൻ കാവൽ ചോദിക്കുന്നു എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിക്കുന്നുണ്ട്. ഈ പ്രാർത്ഥനയ്ക്ക് ശേഷം, ഇത് എൻ്റെ വിഷയമല്ല, ഈ പ്രാർത്ഥനയ്ക്ക് ശേഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന അബാക്കും മാ കാന യുഅവ്വിദു ബിഹാ ഇസ്മാഈൽ വ ഇസ്ഹാഖ്, ഇസ്മായിലിനെയും ഇസ്ഹാക്കിനെയും ഇങ്ങനെ പ്രവാചകനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം തലോടിക്കൊണ്ട് പ്രാർത്ഥിക്കുമായിരുന്നു. ആ ഒരു പാതയാണ്, നിങ്ങളുടെ പൂർവ്വ പിതാവായ ഇബ്രാഹിമിൻ്റെ പാതയാണ് ഞാനിവിടെ പിൻപറ്റുന്നത് എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, ഞങ്ങൾ എങ്ങനെയാണ് സ്വലാത്ത് ചെല്ലേണ്ടത് എന്ന്. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ ഇബ്രാഹിമി സ്വലാത്താണ് ചെല്ലേണ്ടത്. നമസ്കാരത്തിൽ നമ്മൾ ചെല്ലാറുണ്ട്, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം. ഇങ്ങനെയുള്ള സ്വലാത്താണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത്. എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന സഹോദരന്മാർ മനസ്സിലാക്കേണ്ടതുണ്ട്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തനുസരിച്ച് ഇബ്രാഹിമി സ്വലാത്താണ് നമ്മൾ സ്വലാത്തിൽ ചെല്ലേണ്ടത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു പറയുകയുണ്ടായി, ഇത്തബിഅ മില്ലത അബീക്കും ഇബ്രാഹിം, നിങ്ങൾ ആദർശ പിതാവായ ഇബ്രാഹിമിൻ്റെ മില്ലത്തിനെയാണ് നിങ്ങൾ പിന്തുടരേണ്ടത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം എന്നോ മൺമറഞ്ഞ മഹാനല്ല. ആ പ്രവാചകൻ എന്നിലൂടെ അല്ലെങ്കിൽ നിങ്ങളിലൂടെ ഇന്നല്ല എക്കാലവും ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പ്രവാചകനാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടത്. നമ്മുടെ നിത്യജീവിതത്തിൽ നിരന്തരമായി ഈ പ്രവാചകനെ അനുധാവനം ചെയ്യേണ്ടവരാണ് നമ്മൾ മില്ലത്ത് ഇബ്രാഹിമാണ്. അതുകൊണ്ട് കഴിഞ്ഞ 4000 വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ച ഒരു ചരിത്രത്തെ നമ്മൾ ഓർമ്മിപ്പിച്ചെടുക്കുക മാത്രമല്ല, അത് ജീവിതത്തിന്റെ സാക്ഷ്യം വഹിക്കുക എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായ ഘടകമെന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ വിശുദ്ധ ജീവിതം 175 വർഷമാണ് അടയാളപ്പെടുത്തപ്പെട്ടത്. എൻ്റെയും നിങ്ങളുടെയും പഠന വിഷയമായി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ജീവിതത്തെക്കുറിച്ച് നാം പഠന വിഷയമാക്കേണ്ടതുണ്ട്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ചരിത്രം നമ്മളിലൂടെ ആവർത്തിക്കപ്പെടേണ്ടതുണ്ട്. കാലഘട്ടത്തിനനുസരിച്ച് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം നടത്തിയ മുന്നേറ്റങ്ങൾ, പ്രവാചകൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ സംവാദാത്മകമായ സർഗാത്മകമായ പ്രബോധന പ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ ജീവിതത്തിലെ തിന്മക്കെതിരെയുള്ള പോരാട്ടങ്ങൾ, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ജീവിതത്തെ നാം മാതൃകയായി സ്വീകരിക്കേണ്ടതുണ്ട്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ജീവിതത്തെക്കുറിച്ച് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ, ഒന്നാമത് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പരീക്ഷണ പാതയിൽ ഉറച്ചു നിന്ന ഒരു പേരാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം. പരീക്ഷണങ്ങളെ അതിജയിക്കുവാനുള്ള കരുത്തും വിശ്വാസദാർഢ്യവും നിശ്ചയദാർഢ്യവുമുള്ള ഒരു പ്രവാചകനായിരുന്നു ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം. അള്ളാഹുവിൻ്റെ വഴിയിൽ ധാരാളം പരീക്ഷണങ്ങൾ ഏറ്റുവാങ്ങിയ പ്രവാചകനായിരുന്നു ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം. പരീക്ഷണത്തിൻ്റെ തീച്ചുളയിലൂടെയാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം കടന്നുപോയത്. വിശുദ്ധ ഖുർആൻ പറയുന്നു, വഇദ് ഇബ്തലാ ഇബ്രാഹിമ റബ്ബഹു ബികലിമാത്തിൻ ഫഅതമ്മഹുൻ. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അള്ളാഹു ചില കാര്യങ്ങൾ കൽപ്പനകളിലൂടെ പരീക്ഷിച്ചു. അദ്ദേഹം അതൊക്കെ നടപ്പിലാക്കി. 100% ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ പരീക്ഷണത്തെ ഏറ്റെടുത്ത് നിശ്ചയദാർഢ്യത്തോടുകൂടി അതിനെ സ്വീകരിക്കുകയാണ് ചെയ്തത്. പരീക്ഷണ മുഖങ്ങളിൽ
പതറാതെ നിന്ന പ്രവാചകനായിരുന്നു ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം. ആദ്യം പ്രവാചകന് പരീക്ഷണങ്ങൾ ഏറ്റുവാങ്ങിയത് സ്വന്തം വീട്ടിൽ നിന്ന്, പിതാവിൽ നിന്നും, കുടുംബത്തിൽ നിന്നുമാണ് പ്രവാചകനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമക്ക് ഈ പരീക്ഷണം ഏറ്റുവാങ്ങുന്നത്. അങ്ങനെ വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെടുകയും അവസാനം നാട്ടിൽ നിന്നും പുറത്താക്കപ്പെടുന്ന ഒരു സാഹചര്യം കടന്നു വന്നു. നമുക്കെല്ലാവർക്കും ചരിത്രമറിയാം. തീക്കുണ്ടാരത്തിലേക്ക് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമെ വലിച്ചെറിയുന്ന ഒരു ചരിത്രമുണ്ട്. ആ തീക്കുണ്ടാരം ഒരുക്കുവാൻ വേണ്ടി നാട്ടുകാർ അഖിലവും ചേർന്നുകൊണ്ട് ഒരു തീക്കുണ്ടാരം കെട്ടിപ്പൊക്കുകയാണ്. 40 ദിവസമെടുത്തു എന്നാണ് ആ തീക്കുണ്ടാരം ഉണ്ടാക്കുവാൻ. 40 ദിവസമെടുത്തുകൊണ്ട് നാട്ടുകാർ മുഴുവനും ചേർന്നുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമക്ക് തീക്കുണ്ടാരം ഒരുക്കുകയാണ് ചെയ്തത്. ആ 40 ദിവസത്തിനു ശേഷം ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ തീക്കുണ്ടാരത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ ചാരത്ത് കൈപിടിച്ചുകൊണ്ട് ചോദിച്ചു, ഇബ്രാഹിമെ, താങ്കൾക്ക് എന്ത് സഹായമാണ് ഞാൻ ചെയ്യേണ്ടത്? അപ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ കൈ തട്ടിമാറ്റിക്കൊണ്ട് പറഞ്ഞു, ഹസ്ബി അല്ലാഹ് നിഅമൽ മൗല വ നിഅമൻ നസീർ. അള്ളാഹു എനിക്ക് മതി, അള്ളാഹു തന്നെ എനിക്ക് ധാരാളമാണ് എന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാണ്. സഹോദരന്മാരെ, നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, തൻ്റെ തീക്കുണ്ടാരത്തിൽ പോയാൽ സ്വന്തം ജീവൻ നഷ്ടപ്പെടുമെന്ന് നമ്മളിലേക്കൊക്കെ അത് അന്ന് ചിന്തിച്ചു നോക്കുകയാണെങ്കിൽ നമ്മൾ ഭയപ്പാടുകൊണ്ട് നമ്മൾ ആ സഹായം ഏറ്റെടുക്കുമായിരുന്നു. പക്ഷേ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞത് ഹസ്ബി അല്ലാഹ് നിഅമൽ മൗല വ നിഅമൻ നസീർ എന്ന ഉജ്ജ്വലമായ വർത്തമാനമാണ്. വിശുദ്ധ ഖുർആനിൽ അത് പറയുന്നുണ്ട്. അതുകൊണ്ട് എന്നിട്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമെ ഈ തീക്കുണ്ടാരത്തിലേക്ക് എറിയപ്പെട്ടപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, യാ നാറു കൂനി ബർദൻ വസലാമൻ അലാ ഇബ്രാഹിം. എത്ര സുന്ദരമാണ്! ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ പരീക്ഷണത്തിൽ അത് നെഞ്ചോട് ഏറ്റെടുത്തുകൊണ്ട് ആ തീക്കുണ്ടാരത്തിലേക്ക് നെഞ്ചുയർത്തിക്കൊണ്ട് പോകുമ്പോൾ അവിടെ ആ വിശ്വാസദാർഢ്യമുണ്ടല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വിശ്വാസത്തെ പരീക്ഷിച്ചപ്പോൾ അതിന് വിജയകരമായി അല്ലാഹു സുബ്ഹാനഹു വ തആല യാ നാറു കൂനി ബർദൻ വസലാമൻ അലാ ഇബ്രാഹിം. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമക്ക് തീയെ നീ ബർദൻ വസലാമൻ അലാ ഇബ്രാഹിം, തണുപ്പും സമാധാനവും നൽകുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല തീയിനോട് ആവശ്യപ്പെട്ടപ്പോൾ ആ തീയിൽ 40 ദിവസം കഴിഞ്ഞു എന്നാണ് ചരിത്രം നമുക്ക് പറഞ്ഞു തരുന്നത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നുണ്ട്, ഈ 40 ദിവസവും എനിക്ക് ജീവിതത്തിൽ ഏറ്റവും സുഖം കിട്ടിയ ദിവസമായിരുന്നു. പരീക്ഷണങ്ങളില്ലാത്ത ഏറ്റവും സ്വതന്ത്രമായി ആശ്വാസത്തോടു കൂടി ജീവിച്ച ഒരു കാലഘട്ടമായിരുന്നു തീക്കുണ്ടാരത്തിലെ 40 ദിവസം എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാണ്. ആരാരുമില്ലാത്ത മരുപ്രദേശത്ത് സ്വന്തം മകനെയും ഭാര്യയെയും ഉപേക്ഷിക്കുവാൻ വേണ്ടി അടുത്ത പരീക്ഷണമാണ് പ്രവാചകനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമക്ക് കടന്നു വരുന്നത്. നാം മനസ്സിലാക്കേണ്ടതുണ്ട്, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഒരു പരീക്ഷണത്തിൽ നിന്ന് അവസാനിച്ചു കഴിഞ്ഞാൽ മറ്റൊരു പരീക്ഷണത്തിലേക്ക് പോവുകയാണ് സഹോദരന്മാരെ. അതുകൊണ്ട് എന്നിട്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം സ്വന്തം മകനെയും ഹാജറാബിയെയും ആരാരുമില്ലാത്ത മരുപ്രദേശത്ത് ഉപേക്ഷിച്ചു പോകുമ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ഹാജറ ബീവി ചോദിക്കുന്നുണ്ട്, താങ്കളോട് ഇത് റബ്ബ് പറഞ്ഞ പ്രകാരമാണോ ചെയ്യുന്നത് എന്ന് ചോദിച്ചപ്പോൾ അതേ എന്ന് പറഞ്ഞുകൊണ്ട് മനസ്സ് വിഷമിച്ചുകൊണ്ടാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അവിടെ നിന്ന് മടങ്ങുന്നത്. സഹോദരന്മാരെ, നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, നമ്മുടെ മകനെയും നമ്മുടെ ഭാര്യയെയും ഒരു ആരാരുമില്ലാത്ത മരുപ്രദേശത്ത് ഉപേക്ഷിച്ചു പോകുമ്പോൾ നമ്മുടെ മനസ്സ് എത്ര കണ്ട് വേദനിക്കുമെന്ന് നമ്മൾ പരിശോധിച്ച് നോക്കൂ. ആ സമയത്ത് പിതാവായ ഓരോ പിതൃത്വത്തിൻ്റെയും മനസ്സ് ഒന്ന് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ മകനെ അല്ലെങ്കിൽ നമ്മുടെ മകളെ, നമ്മുടെ ഭാര്യയെ നമ്മൾ ഒരു നേരം വൈകിക്കഴിഞ്ഞാൽ, നമ്മൾ എങ്ങോട്ടെങ്കിലും യാത്ര പോയി എവിടെയെങ്കിലും ഒറ്റപ്പെട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പ്രയാസം നമ്മളൊന്ന് ചിന്തിച്ചു, നമ്മുടെ ഭാഗത്ത് നിന്ന് ചിന്തിച്ചു നോക്കിക്കഴിഞ്ഞാൽ ആ പ്രവാചകനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം എത്ര കണ്ട് ആ സന്ദർഭത്തിൽ ആ ഉപേക്ഷിച്ചു പോകുമ്പോൾ ആ ഇബ്രാഹിം നബിയുടെ മനസ്സ് എത്ര കണ്ട് വേദനിച്ചിട്ടുണ്ടാവും സഹോദരന്മാരെ. അതുകൊണ്ട് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. പിന്നെയും തീർന്നില്ല. പിന്നീട് പ്രവാചകനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അങ്ങോട്ട് തിരിച്ചു വരികയാണ്. എന്നിട്ട് നമ്മളൊക്കെ ചൊല്ലിയ ആ തക്ബീറിനൊരു ചരിത്രമുണ്ട് സഹോദരന്മാരെ. നമ്മൾ ഈ മുസല്ലയിൽ ഇരുന്ന് ചെല്ലുന്ന തക്ബീറിന് ഒരു ചരിത്രമുണ്ട്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം മകൻ ഇസ്മായിൽ നബിയെ അറുക്കുവാൻ വേണ്ടി അള്ളാഹു ആവശ്യപ്പെടുകയാണ്. അള്ളാഹു ആവശ്യപ്പെട്ടപ്പോൾ അത് മകനുമായി അത് ഷെയർ ചെയ്യുകയാണ്. അങ്ങനെ മകനുമായി ഈ കാര്യങ്ങൾ അവതരിപ്പിച്ചപ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ സമാധാനിപ്പിച്ചുകൊണ്ട് സ്വന്തം പുത്രനായ ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, ബാപ്പ പേടിക്കണ്ട,
ഞാൻ അതിന് സന്നദ്ധമാണ്. അങ്ങനെ അറുക്കുവാൻ കൊണ്ടുപോകുമ്പോൾ ബാപ്പയെ സമാധാനിപ്പിക്കുന്ന മകനെയാണ് നമുക്ക് ചരിത്രത്തിൽ കാണുവാൻ സാധിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മുടെ ഭാഗത്തു നിന്ന് നമ്മുടെ മകനെയോ അല്ലെങ്കിൽ മകളെയോ അറുക്കുവാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ മനസ്സ് എത്ര കണ്ട് വേദനിച്ചിട്ടുണ്ടാവും സഹോദരന്മാരെ. അതിനപ്പുറത്തേക്ക് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം വേദനിച്ചുകൊണ്ട് ആ മകനെ അറുക്കുവാൻ പോകുമ്പോൾ ഉപ്പയോട്, എൻ്റെ പൊന്നു ബാപ്പ, നിങ്ങൾ എൻ്റെ 2 കൈകളും കെട്ടണം, എൻ്റെ 2 കൈകളും കെട്ടണം, എന്നിട്ട് കമിഴ്ത്തിക്കെടുത്തണം, എന്നിട്ട് അറുത്താൽ മതി. അഥവാ നിങ്ങൾക്ക് വാത്സല്യം കൊണ്ട് ഒരു പക്ഷേ എൻ്റെ മുഖം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറുക്കാൻ സാധിച്ചോളണമെന്നില്ല. അതുകൊണ്ട് എൻ്റെ പൊന്നാര ബാപ്പ, നിങ്ങൾ എന്നെ കമിഴ്ത്തിക്കെടുത്തുക, എന്നിട്ട് അറുക്കുക എന്ന് പറയുമ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, എത്ര കണ്ട് ഈമാൻ ശക്തമായിരുന്നു ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം. അങ്ങനെ അറുക്കുവാൻ വേണ്ടി കത്തി മൂർച്ച കൂട്ടി ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കഴുത്തിൻ്റെ അടുത്തേക്ക് എത്തിയപ്പോൾ അതാ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം കടന്നു വരുന്നു. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം അതിനെ വിലക്കിക്കൊണ്ട് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്ന് ചൊല്ലിക്കൊണ്ടാണ് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം കടന്നു വരുന്നത്. ഈ സമയത്ത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അത് കേട്ടപാട് ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്ന് പറയുന്നുണ്ട്. ഇത് കേട്ടപാട് ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നുണ്ട് അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് എന്ന് പറയുകയുണ്ടായി. സഹോദരന്മാരെ, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ത്യാഗപൂർണമായ ഈ ജീവിതത്തെ സ്മരിക്കുമ്പോൾ, ഈ ജീവിതത്തെ സ്മരിച്ചുകൊണ്ട് നമ്മൾ അവസാനിപ്പിക്കേണ്ട ഒന്നല്ല, ഇത് ജീവിതത്തിന്റെ സാക്ഷ്യമായി നമ്മൾ മാറേണ്ടതുണ്ട്. മറ്റൊരു പ്രത്യേകത, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകതയായിരുന്നു സംവാദാത്മകമായ പ്രബോധന പ്രവർത്തനങ്ങൾ, സർഗാത്മകമായ പ്രബോധന പ്രവർത്തനങ്ങൾ. അത് നമ്മുടെ ജീവിതത്തിലേക്കും കൊണ്ടുവരേണ്ടതുണ്ട്. കാലഘട്ടത്തിനനുസരിച്ച് അതിൻ്റെ മീഡിയകളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അള്ളാഹുവിൻ്റെ ദീനിനെ പ്രചരിപ്പിക്കുവാൻ വേണ്ടി ദേശാടന പക്ഷിയെ പോലെ രാജ്യങ്ങൾ താണ്ടിക്കൊണ്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം കടന്ന ചരിത്രം നമുക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ചരിത്രത്തിന്റെ ഓർമ്മപ്പെടുത്തലുകൾ മാത്രമല്ല, അത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗം കൂടി ആക്കേണ്ടതുണ്ട് എന്നാണ് ഈ സന്ദർഭത്തിൽ ഉണർത്താനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനായി തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ആദരണീയരായ സത്യവിശ്വാസിനികളെ, ഒരിക്കൽ കൂടി അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് യഥാർത്ഥ മുത്തക്കികളായി ജീവിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പെരുന്നാൾ എന്നാൽ ആഘോഷിക്കപ്പെടേണ്ട സംഗതിയാണ്. ഒരു ചരിത്രത്തെ ഓർമ്മപ്പെടുത്തുമ്പോൾ ആ ചരിത്രത്തിൻ്റെ നിർവൃതിയാൽ പ്രവാചകനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ആ ചരിത്രത്തെ നമ്മൾ നെഞ്ചേറ്റിക്കൊണ്ടുള്ള ആ വിജയ ആഹ്ലാദമാണ് പെരുന്നാൾ സന്ദർഭങ്ങളിൽ വിശ്വാസികൾ ആഘോഷിക്കേണ്ടതാണ്. പുതിയ വസ്ത്രങ്ങൾ ധരിച്ച് നല്ല ഭക്ഷണങ്ങൾ കഴിച്ച് കൂട്ടുകാരുമൊത്ത് സംവദിച്ചുകൊണ്ട് കുടുംബവുമായി സംഗമിച്ചുകൊണ്ടൊക്കെ ആഘോഷിക്കപ്പെടേണ്ട കാര്യമാണ് പെരുന്നാൾ. അത് മൂകമായി മാറി നിൽക്കേണ്ടതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തനുസരിച്ച് ഇതൊക്കെ നമ്മൾ ചെയ്തേ പറ്റൂ. കുടുംബ ബന്ധവും സാമൂഹ്യ ബന്ധവും ശക്തിപ്പെടേണ്ടതുണ്ട്. സഹജീവികളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ബലിപെരുന്നാൾ ആഘോഷിക്കേണ്ടതാണ്. അതുപോലെ തന്നെ നമ്മുടെ നാടിന്, നീതി പുലരുന്ന നാടിനു വേണ്ടി ഒരുപാട് ആളുകൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പല കോണുകളിലും വംശഹത്യക്കിരയാകുന്നുണ്ട്. ഗസ, മ്യാൻമാർ, സുഡാൻ, ഇങ്ങനെ തുടങ്ങി പല രാജ്യങ്ങളിലും വിശ്വാസി സമൂഹം നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധിയെക്കുറിച്ച് നാം ഈ സന്ദർഭത്തിൽ മനസ്സിൽ നിന്ന് മായ്ച്ചു കളയാൻ പാടില്ല. അവർ നമ്മുടേത് കൂടിയാണ് എന്ന് നാം മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ വസ്ത്രം ധരിച്ച്, പുതുവസ്ത്രം ധരിച്ച് തക്ബീർ ചൊല്ലി ഈ മുസല്ലയിലിരിക്കുമ്പോൾ നമ്മുടെ മക്കൾ കൈകളിൽ മൈലാഞ്ചി കൊണ്ട് ചിത്രങ്ങൾ വരയ്ക്കുമ്പോൾ ആ കൈകളിൽ ചുവന്നു തൊടുത്ത ആ മൈലാഞ്ചി കാണുമ്പോൾ ഗസയിലെ മക്കളുടെ കൈകളിൽ രക്തം പുരണ്ട ചിത്രമാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ സന്ദർഭത്തിൽ നമ്മൾ ആഘോഷിക്കുമ്പോൾ, ഈ ആഘോഷവേളയിൽ നമ്മൾ ഈ പെരുന്നാൾ ദിവസം ഭക്ഷണം കഴിക്കുമ്പോൾ ഓരോ ഭക്ഷണത്തിൻ്റെ പിടിയും നമ്മുടെ വയറിലേക്ക് പോകുമ്പോൾ
ഗസയിലെ പിഞ്ചോമനകൾ വിശന്നു വലഞ്ഞു കഴിയുമ്പോൾ അവരെക്കുറിച്ച് അല്പനേരമെങ്കിലും നമ്മൾ ചിന്തിച്ചുകൊണ്ടൊന്ന് കണ്ണുനീരുറ്റുകയാണെങ്കിൽ അത് നമ്മുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ് സഹോദരന്മാരെ. ഇതുപോലെ സന്തോഷത്തോടുകൂടി ആഹ്ലാദത്തോടുകൂടി തക്ബീർ ചൊല്ലിക്കൊണ്ട് കുടുംബവുമായി ഒത്തുചേരുവാൻ അവർ ആഗ്രഹിച്ചതായിരുന്നു. പക്ഷേ ഈ കുടുംബവുമായി ഒത്തുചേരാൻ ചിലർക്ക് മാതാപിതാക്കളില്ല, ചിലർക്ക് സഹോദരങ്ങളില്ല, ചിലർക്ക് ഭാര്യയില്ല. ഇങ്ങനെ വ്യത്യസ്തമായ തലങ്ങളിൽ നിൽക്കുന്ന വേദനകൾ അനുഭവിക്കുന്ന ഒരു സമൂഹമാണ് നമ്മുടെ ചുറ്റുപാടുമുണ്ട് എന്ന് നാം അതോർക്കുകയും ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് നമ്മൾ ഈ സന്ദർഭത്തിൽ സൗഹൃദങ്ങൾ പുതുക്കേണ്ടതുണ്ട്. ബന്ധങ്ങൾ അറ്റുപോയിട്ടുണ്ടെങ്കിൽ ആ ബന്ധങ്ങൾ ചേർക്കേണ്ട ഒരു സന്ദർഭമാണ്. ആ അർത്ഥത്തിൽ നമ്മൾ ഇതിനെ വിനിയോഗിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈദ് അള്ളാഹു ഇഷ്ടപ്പെട്ട രീതിയിൽ ഈദിനെ ആഘോഷിക്കുവാൻ അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. നമ്മളിൽ നിന്ന് അറിഞ്ഞും അറിയാതെയും സംഭവിച്ചു പോയ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും പുറത്തുമാപ്പാക്കി അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മെയും നമ്മുടെ മാതാപിതാക്കളെയും ഭാര്യ സന്തതികളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഗസയിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന, പലസ്തീനിലെ വ്യത്യസ്തമായ തലങ്ങളിൽ റഫയിലൊക്കെ അനുഭവിച്ചുകൊണ്ടിരുന്ന കുട്ടികൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മക്കൾക്ക് അവിടുത്തെ ജനതക്ക് വിജയം പ്രദാനം ചെയ്യുമാറാകട്ടെ. പടച്ചതമ്പുരാനെ, അവരിൽ നിന്ന് മരിച്ചുപോയ ഒരുപാട് ശുഹദാക്കളുണ്ട്. അവർക്ക് നീ മഗ്ഫിറത്തും മർഹമത്തും നൽകി സ്വർഗീയമായ ഉന്നത സ്ഥാനം നൽകി അനുഗ്രഹിക്കുമാറാകണേ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല അശ്ശിർക വൽ മുശ്രികീൻ വഅദില്ല അന്നിഫാഖ വൽ മുനാഫിഖീൻ വഅദില്ല അൽ കുഫ്ര വൽ കാഫിരീൻ. اللهم انصر المسلمين في كل مكان، اللهم انصر المجاهدين في كل مكان، اللهم انصر إخواننا المستضعفين في غزة والرفاه والسودان يا رب العالمين. اللهم ارحم شهداء في فلسطين يا رب العالمين. اللهم احفظ مسجد الأقصى يا ذا الجلال والإكرام. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا إننا آمنا بما أنزلت واتبعنا الرسول فاكتبنا مع الشاهدين. ربنا تقبل منا إنك أنت السميع الدعاء وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين. سبحانك ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين.